ചാണ്ടിമോൻ പറഞ്ഞു സെയിം തന്നെയാണ്. ഉമ്മൻചാണ്ടി സാറിന്റെ ഫ്ലെക്സ് ഏതെങ്കിലും കോൺഗ്രസ്സുകാരന് കത്തിക്കാൻ പറ്റത്തില്ല. പറ്റൂ. അവൻ കോൺഗ്രസ്. ഇനി കത്തിക്കുന്നവനും കോൺഗ്രസ് ആണോ? ഉമ്മൻചാണ്ടി സാറിന്റെ ഫ്ലെക്സ് കത്തിക്കുന്നവൻ കോൺഗ്രസ് ആണോ? നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് പുതുപ്പള്ളിപ്പള്ളിയിലാണ്. കുണ്ടറ MLA PC വിഷ്ണുദാസ് സാറ് ഏതാനും നിമിഷങ്ങൾക്കകം ഈ കല്ലറയിൽ വരുന്നതാണ്. നമുക്കതിൻ്റെ ദൃശ്യങ്ങളിലേക്കൊന്ന് പോകാം. പള്ളി പരിപാടി കടൽ ചാടന എവിടെയാ? അത് തോട്ടക്കാണ്. ഇലക്ഷൻ കഴിഞ്ഞാൽ ഹലോ, പിന്നെ കണ്ടത് ഞങ്ങള് കൊല്ലത്തുനിന്ന് ഇങ്ങോട്ട് വന്നു. ആണോ? ഇവര് രണ്ടുപേരും കൊല്ലത്തുനിന്നാണ്. രണ്ടുപേരും കൊല്ലത്തുനിന്നാണ്. വീണ്ടും ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. കല്ലറയിൽ ഇവിടുന്ന് തുടങ്ങുന്നു. അതെ അതെ. തെരഞ്ഞെടുപ്പിന് ശേഷം ഞാനിത് 3ാമത്തെ തവണയാണ് എത്തുന്നത്. കൗണ്ടിങ്ങിന് തൊട്ട് മുമ്പും ഇവിടെ വന്നിട്ടാണ് കൗണ്ടിങ്ങിന് പോയത്. ഈ തെരഞ്ഞെടുപ്പിലെല്ലാം സാറ് ഉണ്ടാകാറുണ്ടായിരുന്നു. സാറ് പ്രചരണത്തിന് വരുമായിരുന്നു. മീറ്റിങ്ങുകൾക്ക് ചെറിയ ചെറിയ കൂടിയാലോചനകൾ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട അവലോകനങ്ങൾക്ക് പോലും പങ്കെടുക്കാറുണ്ടായിരുന്നു. സാറിൻ്റെ അസാന്നിധ്യത്തിൽ നടന്ന ആദ്യത്തെ ഒരു തെരഞ്ഞെടുപ്പാണ്. ചാണ്ടി തവണ സാറിന് വേണ്ടി തന്നെ അവിടെ റോഡ് ഷോയിൽ പങ്കെടുക്കാൻ കുണ്ടറയിലെത്തി. ചാണ്ടിയോടും വ്യക്തിപരമായി നേരിട്ട് നന്ദി പറയാനുള്ളൊരു അവസരം കൂടിയായിട്ട് ഞാനിതിനെ കാണുകയാണ്. പിന്നെ ഒരു കാര്യം എടുത്തു പറയേണ്ടത്, ഉമ്മൻചാണ്ടി സാറിൻ്റെ വിയോഗത്തിന് ശേഷം കേരളത്തിൽ നടന്ന എല്ലാ തെരഞ്ഞെടുപ്പിലും UDFന് വലിയ വിജയമാണുണ്ടായത്. സാറിൻ്റെ വിയോഗവുമായി ബന്ധപ്പെട്ട് ജനങ്ങൾ നടത്തിയ വൈകാരികമായ അദ്ദേഹത്തിൻ്റെ യാത്രയെപ്പോക്കെ കേരളം കണ്ടതാണ്. ഞാനൊരിടത്ത് പറയുകയുണ്ടായിരുന്നു, അദ്ദേഹം ജീവിച്ചിരുന്നപ്പോൾ അദ്ദേഹത്തെ വേട്ടയാടിയവരോടെല്ലാമുള്ള മലയാളിയുടെ ഒരു പ്രായശ്ചിത്തമായിരുന്നു, പശ്ചാത്താപ പ്രകടനമായിരുന്നു തിരുവനന്തപുരം മുതൽ ഈ പുതുപ്പള്ളി ദേവാലയം വരെ ലക്ഷക്കണക്കിന് മനുഷ്യർ അലറി കരഞ്ഞ് നടത്തിയ ആ യാത്രയയപ്പ്. ആ യാത്രയയപ്പ് അദ്ദേഹത്തിൻ്റെ അവസാന കാലങ്ങളിൽ അദ്ദേഹം പൂർണ്ണമായും അദ്ദേഹത്തിനെതിരെ ഉന്നയിച്ച എല്ലാ ആരോപണങ്ങളും തെറ്റാണെന്ന് തെളിയിക്കപ്പെട്ടതിന് ശേഷമാണ് അദ്ദേഹം നമ്മെ വിട്ടുപോയത്. പക്ഷെ പിന്നീട് അദ്ദേഹത്തിന് അധികകാലം നമ്മളോടൊപ്പം ജീവിച്ചിരിക്കാൻ കഴിഞ്ഞില്ല. പക്ഷെ ജനങ്ങൾ അതിന് നേതൃത്വം നൽകി അദ്ദേഹത്തെ വേട്ടയാടിയവർക്ക് പിന്നീട് നടന്ന എല്ലാ തിരഞ്ഞെടുപ്പിലും, അത് പാർലമെൻറ്റ് ഇലക്ഷനാകട്ടെ, പഞ്ചായത്ത് ഇലക്ഷനാകട്ടെ, ഇപ്പോഴത്തെ ഈ നിയമസഭാ തിരഞ്ഞെടുപ്പാകട്ടെ, അവരുടെ അതിശക്തമായ പ്രതിഷേധം അത്തരം ആളുകളോട് തീർക്കുകയും കൂടി ചെയ്തു. അത് കൂടി ഈ തെരഞ്ഞെടുപ്പിൻ്റെ വിജയത്തെ, നമ്മൾ ഈ തെരഞ്ഞെടുപ്പിൻ്റെ പലതരത്തിലുള്ള വിലയിരുത്തലുകളും ഒക്കെ നടക്കുന്നൊരു സമയമാണ്. ആ നിലയിൽ ഈ തെരഞ്ഞെടുപ്പിൻ്റെ വിജയത്തെ കൂടി കാണേണ്ടതാണെന്ന് ഈ സന്നിധിയിൽ നിന്ന് പറയാൻ കൂടി ഞാൻ ആഗ്രഹിക്കുന്നു. ഇപ്പോൾ ഡൽഹിയിലെ ചർച്ചകളെല്ലാം കഴിഞ്ഞ് ദേശീയ നേതൃത്വം, കോൺഗ്രസ് പ്രസിഡന്റും ലോക്സഭയിലെ രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും നേതാക്കന്മാരും, കേരളത്തിലെ നേതാക്കന്മാരോട് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ ചേരിതിരിഞ്ഞുള്ള കാര്യങ്ങളെല്ലാം അവസാനിപ്പിക്കണം, എല്ലാം ശാന്തമായി മുന്നോട്ട് പോകണം. ഏറ്റവും വേഗത്തിൽ അവരവിടുന്ന് ഒരു തീരുമാനം പ്രഖ്യാപിക്കും. അപ്പോൾ ആ തീരുമാനത്തിന് വേണ്ടി നമ്മളെല്ലാം കാത്തിരിക്കുകയാണ്. കേരളത്തിലെ ജനങ്ങൾ അത് ആഗ്രഹിക്കുന്നുണ്ട്. UDFന് ഉജ്ജ്വലമായ വിജയം സമ്മാനിച്ച ജനങ്ങൾ ആ തീരുമാനത്തെ പ്രതീക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മളെല്ലാവരും അതിനെ
വളരെ ഉത്തരവാദിത്വത്തോടും അച്ചടക്കത്തോടും കൂടി പാർട്ടിയുടെ നേതൃത്വം നൽകിയ ആ നിർദ്ദേശത്തെ സ്വീകരിച്ച് മുന്നോട്ട് പോവുകയാണ്. എത്രയും വേഗം, കാരണം ഇതിനെല്ലാം സമയക്രമമുണ്ട്. സത്യപ്രതിജ്ഞയ്ക്ക് സമയമുണ്ട്, ഗവൺമെൻറ്റിന് കാലാവധിയുണ്ട്, അതിനുള്ളിൽ പുതിയ ഗവൺമെൻറ് വരണം. അതുകൊണ്ട് അതെല്ലാം സമയക്രമത്തിനകത്ത് തന്നെ നടക്കും. ഈ തുടക്കത്തിൽ ഈ മിനിറ്റുകൾക്കകം മുഖ്യമന്ത്രി ഉണ്ടാവുന്ന പ്രഖ്യാപിച്ചാണ് പ്രസിഡന്റ്. അതെ അതെ, അതൊരു ആ നിലയിൽ ഉണ്ടാകേണ്ടതായിരുന്നു. അത്തരമൊരു ആഗ്രഹം വെക്കുന്നതുകൊണ്ട് ആഗ്രഹിക്കുന്നവരെ കുറ്റം പറയാൻ കഴിയില്ല. അതിനത് തെറ്റില്ല. നല്ല ആഗ്രഹങ്ങൾ ഉണ്ടാകുന്നതിന് നമുക്കിങ്ങനെ തെറ്റ് പറയാൻ കഴിയില്ല. പക്ഷെ പൊളിറ്റിക്സിൽ പല സാഹചര്യങ്ങളാണ് ഉണ്ടാവുക. ആ എല്ലാ സാഹചര്യങ്ങളെയും നേരിടുന്ന ഒരു അനുഭവ സമ്പത്ത് ഈ പാർട്ടിക്കുണ്ട്, പാർട്ടിയുടെ നേതൃത്വത്തിനുണ്ട്. അപ്പോൾ ഇതിനേക്കാൾ വലിയ സംഭവങ്ങളും സംഭവ വികാസങ്ങളും കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ മുമ്പും ഉണ്ടായിട്ടുണ്ട്. അതിനെല്ലാം നേരിടുന്ന കരുത്തുറ്റ ഒരു നേതൃത്വം കോൺഗ്രസിനുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മളെല്ലാവരും ആ സംയമനത്തോടുകൂടി കോൺഗ്രസിലെ എല്ലാ നേതാക്കന്മാരും എല്ലാവരുടെയും നേതാക്കന്മാരാണ് എന്ന ഒരു ചിന്തയിൽ ദേശീയ നേതൃത്വത്തിൻ്റെ തീരുമാനത്തെ സ്വീകരിക്കണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. തർക്കങ്ങൾ നടക്കുന്ന സമയത്ത് തൃശ്ശൂരിൽ നിന്ന് വരുന്നത് വാർത്ത CPM നേതാക്കൾ കൊണ്ട് KC വേണുഗോപാലിന് ഫ്ലെക്സ് വെച്ചു. ഇതിനകത്ത് സോഷ്യൽ മീഡിയയിൽ അടക്കം ഇപ്പം ഞാൻ പറയാൻ ചാണ്ടിമോൻ പറഞ്ഞു സെയിം തന്നെയാണ്. ഉമ്മൻചാണ്ടി സാറിൻ്റെ ഫ്ലെക്സ് ഏതെങ്കിലും കോൺഗ്രസ്സുകാരന് കത്തിക്കാൻ പറ്റൂ? അവൻ കോൺഗ്രസ്, ഇനി കത്തിക്കുന്നവനും കോൺഗ്രസ് ആണോ? ഉമ്മൻചാണ്ടി സാറിൻ്റെ ഫ്ലെക്സ് കത്തിക്കുന്നവൻ കോൺഗ്രസ് ആണോ? അപ്പോൾ ഇതിനിടയിൽ കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാൻ വേണ്ടിയിട്ട് CPMകാരൻ കോൺഗ്രസ് നേതാക്കന്മാർ അപ്പോൾ പറയാണ് ഹൈക്കമാൻഡ് ഫ്ലെക്സ് വെക്കണ്ടെന്ന് പറഞ്ഞിട്ട് എന്തേ കണ്ടില്ലേ, കോൺഗ്രസ്സുകാർ ഫ്ലെക്സ് വെച്ച് തുടങ്ങി, നിർത്തുന്നില്ല, കോൺഗ്രസ് ഹൈക്കമാൻഡിനെ അംഗീകരിക്കുന്നില്ല, കോൺഗ്രസ് ഹൈക്കമാൻഡിന് എന്ത് വില കണ്ടില്ലേ ഫ്ലെക്സ് എന്നൊക്കെ വരുത്താൻ വേണ്ടിയിട്ടാണ്. CCTV ഉണ്ടായതുകൊണ്ട് വിഷൽ കിട്ടി, ആളെ പിടിച്ചു. ഇതിനിടയിൽ അതും നടക്കുന്നുണ്ട്. ഈ KPCC അധ്യക്ഷ സ്ഥാനം മാറും എങ്ങനെയാണ്? അല്ല, സ്വാഭാവികമായും അത് ഇതിന് ശേഷം ഉണ്ടാകുന്ന തീരുമാനങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. ഇപ്പം അത് പറയേണ്ട കാര്യമില്ല. താങ്ക് യു. 2 മന്ത്രിമാരാണ് അല്ലേ? ആവശ്യമില്ലാത്ത പ്രശ്നം ഉണ്ടാക്കുന്നവരാന്ന് മനസ്സിലായി. നിങ്ങൾ ആവശ്യമില്ലാത്ത ഓരോ ചർച്ച തുടങ്ങി വെക്കും, അതിനല്ലേ ഞങ്ങൾ മറുപടി പറയണം. ഇതിനകത്തുള്ള പ്രിയപ്പെട്ട വിഷ്ണുവേട്ടൻ പറഞ്ഞ കാര്യമാണ് ഞാനിത് നേരത്തെ സൂചിപ്പിച്ചു. കോൺഗ്രസ്സുകാരും ഉമ്മൻചാണ്ടിയുടെ ഫ്ലെക്സ് കീറുകയോ കത്തിക്കുകയോ ചെയ്യത്തില്ല, അല്ലെങ്കിൽ അവർ കോൺഗ്രസ്സുകാരല്ല. ഇപ്പം ഓരോന്നോരോന്നായി പുറത്തു വരിക. ഇത് എനിക്ക് പ്രകടനങ്ങളും അതേപോലെ പ്രശ്നങ്ങൾ നടത്തുന്നവർ പറയാനുള്ളത്, ഇപ്പം സമ്മേളനം നമ്മൾ പാലിച്ചില്ലെങ്കിൽ ഇതിനെ മുതലെടുക്കാൻ ആളുണ്ട്. ഇത് മുതലെടുക്കാൻ ഞാൻ പറഞ്ഞില്ല, കഴിഞ്ഞ ദിവസം ഞാൻ ഫേസ്ബുക്ക് പോസ്റ്റ് നോക്കി, അത് വളരെ മോശമായ കമന്റ് എന്റെ ഫാദറിനെ പറ്റി. പെട്ടെന്ന് നോക്കുമ്പോൾ ഒരാൾ കമന്റ് ചെയ്തിരിക്കുന്നു, പക്ഷെ പിന്നെ നമ്മൾ നോക്കുമ്പോഴാണ് അതേ മറ്റൊരു പാർട്ടിക്കാരനാണ്. ഞാൻ പാർട്ടിയുടെ പേര് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എല്ലാവരും അങ്ങനെയല്ല, എല്ലാ പാർട്ടിക്കാരും അങ്ങനെയല്ല. പക്ഷെ ചിലര് അതിന് അവസരം കിട്ടിയാൽ, കാരണം ഇത്ര വലിയ തോൽവിയിൽ ഇരിക്കുമ്പോൾ അവർക്ക് എന്തെങ്കിലും ആശ്വാസം കിട്ടണ്ടേ, ഇത് അവർക്ക് റിലാക്സേഷൻ, ആ റിലാക്സേഷൻ അവർ ചെയ്യും. നമ്മൾ അവസരം കൊടുക്കണം. പാമ്പാടി മീനടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരുടെ നേതൃത്വത്തിലാണ് പാമ്പാടിയിൽ ഒരു വലിയ പ്രകടനമൊക്കെ നടത്തി, റോഡൊക്കെ ഭയങ്കര ബ്ലോക്കാക്കി, അങ്ങനെ അതിൻ്റെയൊക്കെ ആവശ്യം ഉണ്ടായിരുന്നു. അല്ല, ഇതിപ്പം ഞാനൊന്നും പറയുന്നില്ല. പാർട്ടി നേതൃത്വം അതിന് നിലപാട് പറയും. ഞാൻ പറയേണ്ട കാര്യമില്ല, പാർട്ടി ലീഡർഷിപ്പ് പറയും. ശരി. സുരേഷ് പൈ ബാബുവിന്റെ PA. രാവിലെ പള്ളിയിൽ വന്നപ്പോൾ കണ്ണിന് കുളിർമയുള്ളൊരു കാഴ്ചയാണ് കണ്ടത്. പുതുപ്പള്ളി പെരുന്നാളിനോടനുബന്ധിച്ച് മുത്തിക്കുടകൾ റാസായിക്ക് ഉപയോഗിച്ചാണ് അതെല്ലാം ഉണങ്ങാനിട്ടിരിക്കുന്ന ഒരു കാഴ്ച. വളരെ മനോഹരമായ ഒരു കാഴ്ച തന്നെയാണ്. വിവിധ വർണ്ണങ്ങളുള്ള മുത്തിക്കുടയുടെ ദൃശ്യങ്ങൾ കാണുന്നത് തന്നെ കണ്ണിന് കുളിർമയുള്ളതാണ്. ഗുഡ് മോർണിംഗ്.